بسم الله الرحمن الرحيم أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك هم الفاسقون. لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون. لو أنزلنا هذا القرآن على جبل لرأيته خاشعا متصدعا من خشية الله. وتلك الأمثال نضربها للناس لعلهم يتفكرون. هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم. هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر. سبحان الله عما
عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم നമ്മുടെ ക്യാമ്പിൽ സാധാരണ ആദ്യം തുടങ്ങുന്നത് ഖുർആൻ പാരായണ പഠന ക്ലാസ് തന്നെയാണ്. ഓരോ ക്യാമ്പുകളിലും വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള കുറച്ച് ആയത്തുകൾ നമ്മൾ പഠിക്കുകയും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയും അതിലുള്ള പാരായണ രീതി തജ്വീദ് കുറഞ്ഞ രീതിയിലെങ്കിലും മനസ്സിലാക്കി ഓതിപ്പഠിച്ച് പോകുന്ന ഒരു രൂപത്തിലാണ് നമ്മൾ ഈ ക്ലാസ് സംവിധാനിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം സൂറത്തുൽ ഹശ്റിലെ അവസാനത്തെ ഭാഗമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ഖുർആൻ ഹദീസ് ലേണിംഗ് സെൻറ്ററിൻ്റെ ഇപ്രാവശ്യത്തെ പരീക്ഷ നടക്കുന്നതും ഈ സൂറത്തിലാണ്. സൂറത്തുൽ ഹശ്റും സൂറത്തുൽ മുംതഹിനയിലുമാണ്. അതും കൂടി ഓർമ്മപ്പെടുത്താം എന്നുള്ള രൂപത്തിലാണ് ഈ ഭാഗം എടുത്തിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം മാത്രം ഒന്ന് പറഞ്ഞു പോകുന്നു. വിശദീകരണം ഉണ്ടാവുകയില്ല. വിശദീകരണം നിങ്ങൾക്ക് തഫ്സീറുകളിൽ നോക്കാം ഇൻഷാ അല്ലാഹ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദ്. ഓരോ ആത്മാവും നാളേക്ക് എന്താണ് ചെയ്തു വച്ചിട്ടുള്ളത്, സമ്പാദിച്ചിട്ടുള്ളത് എന്ന് നോക്കിക്കൊള്ളട്ടെ. വത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. തീർച്ചയായും അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാണ്. വലാ തകൂനു കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ ഒരു കൂട്ടരെ പോലെ ആകരുത്. വലാ തകൂനു കല്ലദീന, ഒരു കൂട്ടരെ പോലെ ആകരുത്. നസുല്ലാഹ, അവർ അള്ളാഹുവിനെ മറന്നു കളഞ്ഞ ആളുകളാണ്. ഫഅൻസാഹും അൻഫുസഹും, അപ്പോൾ അള്ളാഹു അവരെപ്പറ്റി തന്നെ അവരെ മറപ്പിച്ചു കളഞ്ഞു, അവർക്ക് ഓർമ്മയില്ലാതെ. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവർ തന്നെയാകുന്നു ദുർമാർഗികൾ, ഫാസിഖീങ്ങൾ. ലാ യസ്തവി അസ്ഹാബുൻ നാരി വ അസ്ഹാബുൽ ജന്ന. നരകവാസികളും സ്വർഗവാസികളും സമമാവുകയില്ല. നരകത്തിൽ പ്രവേശിക്കുന്നവരും സ്വർഗത്തിൽ പോകുന്നവരും ഒരിക്കലും സമമാവുകയില്ല. അസ്ഹാബുൽ ജന്നത്തി ഹുമുൽ ഫായിസൂൻ. സ്വർഗത്തിൻ്റെ അവകാശികൾ അവരാകുന്നു വിജയം നേടിയവർ. ഇവിടെ അള്ളാഹുവിൻ്റെ ഒരു ഉപദേശം നമുക്ക് ആദ്യത്തെ 3 ആയത്തുകളിൽ കാണാൻ സാധിക്കും. ഒന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കുക. 2, നാളേക്ക് വേണ്ടി എന്താണ് നാം ഒരുക്കി വച്ചിട്ടുള്ളത് എന്നുള്ളത് നോക്കിക്കൊള്ളുക. 3-ാമത്തേത്, സ്വന്തം ഇച്ഛകളെ പിൻപറ്റി അള്ളാഹുവിനെ മറന്നു കളയുന്ന ഒരു വിഭാഗം ആളുകൾ
അവരുടെ കൂട്ടത്തിൽ ആകാതിരിക്കുകയും ചെയ്യുക. അള്ളാഹുവിനെ മറന്നു കളയുന്ന ആളുകൾ അവർ അസ്ഹാബുൻ നാറിലായിരിക്കും ഉണ്ടാകുക. അള്ളാഹുവിനെ സൂക്ഷിച്ച് നാളേക്ക് വേണ്ടി സമ്പാദിക്കുന്ന ആളുകളാകട്ടെ അവർ അസ്ഹാബുൽ ജന്നത്തിലായിരിക്കും, അല്ലെങ്കിൽ അസ്ഹാബുൽ ജന്നയാണ് അവർ. അവരാകുന്നു വിജയം പ്രാപിച്ചവർ എന്നും അള്ളാഹു പറയുന്നു. എന്നിട്ട് അള്ളാഹു ഖുർആനെ കുറിച്ച് പറഞ്ഞു, ലൗ അൻസൽന ഹാദൽ ഖുർആൻ, തീർച്ചയായും ഈ ഖുർആൻ നാം ഇറക്കിയിരുന്നുവെങ്കിൽ, അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ, അലാ ജബലിൻ, ഒരു മലയുടെ മുകളിൽ, ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ല, അള്ളാഹുവിനെ പറ്റിയുള്ള ഭയത്താൽ അത് ആ പർവ്വതം പേടിക്കുന്നതും വിനീതമാകുന്നതും അതുപോലെ അത് പൊട്ടിപ്പിളരുന്നതും നിനക്ക് കാണാമായിരുന്നു എന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. വതിൽക്കൽ അംസാലു നദ്രിബുഹാ ലിന്നാസി ലഅല്ലഹും യതഫക്കറൂൻ. അങ്ങനെയാണ് ആ ഉദാഹരണങ്ങൾ നാം ജനങ്ങൾക്ക് വേണ്ടി വിവരിച്ചു കൊടുക്കുന്നത്, അവർ ചിന്തിക്കുവാൻ വേണ്ടി അത്രയാണ്. ഖുർആൻ അത് മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കുന്ന ഒന്നാണ്. ഖുർആൻ പാരായണം ചെയ്യുകയും അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടത് ഒരു മുഅ്മിനിൻ്റെ ബാധ്യതയാണ്. എന്നാൽ അതുകൊണ്ട് യാതൊരു ഉപകാരവും ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മലകളെക്കാൾ കടുത്ത ഹൃദയരാണ്, ഹൃദയം കടുത്തുപോയ ആളുകളാണ് എന്നാണ് നമുക്ക് മറ്റായത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിച്ചു തരുന്നത്. ഈ ഖുർആൻ മലകളിലാണ് ഇറങ്ങിയിരുന്നുവെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റുകയില്ലായിരുന്നു എന്ന് അള്ളാഹു അതിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹു അവനല്ലാതെ ആരാധ്യനായി യഥാർത്ഥത്തിൽ മറ്റാരുമില്ല. ആലിമുൽ ഗൈബി വശഹാദ, ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അവൻ മാത്രമാകുന്നു. ഹുവർ റഹ്മാനുർ റഹീം, അവൻ പരമകാരുണികനും കരുണാനിധിയുമത്രേ. ഹുവല്ലാഹ്, അള്ളാഹു അവനാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി യഥാർത്ഥത്തിൽ മറ്റാരുമില്ല. അൽ മലിക്, രാജാധികാരമുള്ളവൻ. അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധനാണ്, എല്ലാത്തിൽ നിന്നും ശുദ്ധനാണ്. അസ്സലാം, അവൻ സമാധാനം നൽകുന്നു. അൽ മുഅ്മിൻ, അഭയം നൽകുന്നവനാണ്. അൽ മുഹൈമിൻ, എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്നവനും. അൽ അസീസ്, പ്രതാപിയും. അൽ ജബ്ബാർ, പരമാധികാരിയും. അൽ മുതകബ്ബിർ, മഹത്വമുള്ളവനുമാകുന്നു. സുബ്ഹാനല്ലാഹി അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്ന എന്തൊക്കെയുണ്ടോ അതിൽ നിന്നൊക്കെ അവൻ എത്രയോ പരിശുദ്ധനാണ് അല്ലാഹു. ഹുവല്ലാഹുൽ ഖാലിഖുൽ ബാരി, ഹുവല്ലാഹ്, അല്ലാഹു അവനാണ്. അൽ ഖാലിഖ്, സൃഷ്ടിച്ചവനാണ്. അൽ ബാരി, നിർമ്മാതാവാണ്, ഒന്നിനെ ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്നും ഉണ്ടാക്കുന്നവനാണ്. അൽ മുസവ്വിർ, എല്ലാത്തിനും അതിന് യോജിക്കുന്ന രൂപത്തിൽ രൂപം നൽകുന്നവനാണ്. ലഹുൽ അസ്മാഉൽ ഹുസ്ന, അവന് ഏറ്റവും ഉത്തമമായ നാമങ്ങളുണ്ട്.
യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതുമായ എല്ലാ വസ്തുക്കളും അവൻ്റെ മഹത്വത്തെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. വഹുവൽ അസീസുൽ ഹക്കീം, അവനത്ര പ്രതാപിയും യുക്തിയുമാണ്. അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്നയിൽപ്പെട്ട ചില നാമങ്ങൾ അള്ളാഹു ഇവിടെ എടുത്തു പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ നാമങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ദുആ ചെയ്യുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് നിർദ്ദേശമുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അത് മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. ഇതാണ് ഈ സൂറത്തിൻ്റെ ഈ ഭാഗങ്ങളുടെ അർത്ഥം. വിശദീകരണം ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതിൻ്റെ തഫ്സീറിൽ നോക്കുക. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ സൂറത്തിൻ്റെ ഒരു എക്സാം, ഒരു പരീക്ഷ നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുകയാണ് ഏപ്രിൽ 12 ഇൻഷാ അല്ലാഹ്. ഇനി ഈ ആയത്തുകളിൽ വന്നിട്ടുള്ള തജ്വീദിൻ്റെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന നിയമങ്ങളാണ് ഒന്ന് ഓടിച്ചു പോകുന്നത്. മദ്ദിനെക്കുറിച്ച് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഹുറൂഫുൽ മദ് എന്ന് പറയുന്ന ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതാണ് ഹുറൂഫുൽ മദ്? അലിഫ്, വാവ്, യ സുക്കൂനായി വരിക. വായ്, വാവിന് സുക്കൂന്, അതിനു മുമ്പ് ദമ്മ്. അലിഫിന് സുക്കൂൻ, അതിനു മുമ്പ് ഫതഹ്. യാഇന് സുക്കൂൻ, അതിനു മുമ്പ് കസ്റും ഉണ്ടാകുക. ഇതിനാണ് ഹുറൂഫുൽ മദ്, നീട്ടേണ്ട അക്ഷരങ്ങൾ എന്ന് പറയുന്നത്. ഈ നീട്ടേണ്ട അക്ഷരങ്ങൾക്ക് ശേഷം, ഹുറൂഫുൽ മദ്ദിന് ശേഷം വരുന്ന ഹർഫ് ഹംസ ആണ് എങ്കിൽ അവിടെ നമ്മൾ നീട്ടി ഓതണം. ഹുറൂഫുൽ മദ്ദിന് ശേഷം വരുന്ന ഹർഫിനെയാണ് നാം നോക്കുന്നത്. അവിടെ ഹംസ ആണ് വന്നത് എങ്കിൽ അവിടെ നാം സാധാരണത്തെ അപേക്ഷിച്ച് അല്പം നീട്ടി ഓതണം. അതിനാണ് മദ് എന്ന് പറയുക. വേറെ ഏതക്ഷരം വന്നാലും അവിടെ നീട്ടേണ്ട കാര്യമില്ല എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഒന്നാമത്തെ ആയത്തിൽ തന്നെ യാ അയ്യുഹ, യാ അലിഫ് മദ്ദുണ്ട്, അതിന് ശേഷം വന്നത് ഹംസാണ്, അയ്യുഹ. അപ്പോൾ അവിടെ അല്പം നീട്ടി ഓതണം. ആ ഖുർആനിൽ എവിടെ അങ്ങനെ വന്നാലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. ഹർഫ് മദ്ദിന് ശേഷം ഹംസ് വന്നാൽ അവിടെ നീട്ടുക. അതുപോലെ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് എന്ന ഭാഗത്തൊക്കെ സുക്കൂനായ നൂനിന് സുക്കൂൻ വരികയും അതിന് ശേഷം വാദ്, വാ പോലുള്ള അക്ഷരങ്ങളൊക്കെ വന്നാൽ അവിടെ നമ്മൾ അല്പം മണിച്ച് ഓതണം. അതേപോലെ തൻവീനും സുക്കൂനായ നൂനിനും ശേഷം മീമ്, വാവ്, യാ ഇതൊക്കെ വരികയാണെങ്കിലും അവിടെ നമ്മൾ അല്പം ഇദ്ഗാം ചെയ്തുകൊണ്ട്, കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മണിച്ചു വേണം അവിടെയൊക്കെ ഓതാൻ. അത് ഓതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. നൂനും മീമിനും ഷദ്ദ് വന്നാൽ അവിടെയും നമ്മൾ അല്പം മണിച്ചു വേണം ഓതാൻ. ഇന്നല്ലാഹ ഖബീറുൻ, ഇന്നല്ലാഹ ഖബീറുൻ എന്നുള്ള നൂന് ഷദ്ദ് വന്നാൽ. അതുപോലെ നൂന് സുക്കൂനോ അല്ലെങ്കിൽ തൻവീനോ ഉള്ള സമയത്ത് ഏതക്ഷരത്തിന് തൻവീൻ വന്നാലും അതല്ലെങ്കിൽ സുക്കൂനുള്ള നൂൻ വന്നു, അതിനുശേഷം വരുന്ന അക്ഷരം ബ ആണ് എങ്കിൽ അവിടെ സുക്കൂനുള്ള നൂനിനെ അല്ലെങ്കിൽ തൻവീനെ നമ്മൾ മീമാക്കി ഉച്ചരിച്ചു ഓതണം. നൂനിന് പകരം അവിടെ മീമാണ് ഉച്ചാരണം വരിക. ഖുർആനിൽ ഒരു ചെറിയ മീമ് ആ ഭാഗത്തിട്ടുണ്ടാവും, അതിൻ്റെ വാല് താഴേക്കാണ് ഉണ്ടാകുക. രണ്ട് രൂപത്തിലാണ്
ഖുർആനിൽ മീം ചെറിയ രൂപത്തിൽ അടയാളമാക്കി ഇട്ടിട്ടുള്ളത്, അലാമത്തിൻ്റെ രൂപത്തിൽ ഇട്ടിട്ടുള്ളത്. ഒന്ന് മീമിൻ്റെ വാല് താഴേക്കാക്കി, അത് ഇഖ്ലാബ് അല്ലെങ്കിൽ ഖൽബ് എന്ന നിയമം അവിടെ ഉണ്ട് എന്നറിയിക്കുന്നതിന് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ നിയമം സുക്കൂനുള്ള നൂനിന് ശേഷം അല്ലെങ്കിൽ തൻവീനിന് ശേഷം ബാ വന്നാൽ അവിടെ നൂനിൻ്റെ ഉച്ചാരണത്തെ മീമാക്കി മാറ്റിയിട്ട് ഓതണം. എന്നാൽ മീം അതിൻ്റെ വാല് നേരെ എഴുതും. മീമിൻ്റെ വാല് നേരെ തന്നെ നമ്മൾ സാധാരണ എഴുതുന്ന രൂപത്തിൽ നീട്ടിയിട്ട് എഴുതും. അവിടെ അൽ വഖ്ഫുൽ ലാസിം എന്ന നിയമത്തിന് വേണ്ടിയാണ് ആ അടയാളം കൊടുത്തിട്ടുള്ളത്. അവിടെ നിർബന്ധമായി നമ്മൾ നിർത്തിയിരിക്കണം. അവിടെ നിർത്തി പിന്നെ നമ്മൾ അവിടെ കൂട്ടി ഓതാൻ പാടില്ല. അവിടെ നിർത്തിയതിന് ശേഷം അതിന് ശേഷമുള്ള ഭാഗമേ നമ്മൾ തുടങ്ങാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അർത്ഥത്തിന് വ്യത്യാസം വരും. ആ രണ്ട് രൂപത്തിൽ മീമ് വന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഇവിടെ ഇന്നല്ലാഹ ഖബീറും ബിമ എന്ന ഭാഗത്ത് മീമ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അവിടെ ഇഖ്ലാബിൻ്റെ മീമാണ്. അടുത്ത ആയത്തിൽ ഉലൈക എന്നത് മദ്ദുണ്ട്, അവിടെ നീട്ടി ഓതണം. അതേപോലെ ലാ യസ്തവി അവിടെയും മദ്ദുണ്ട്, കാരണം അതിന് ശേഷം വരുന്നത് ഹംസാണ്. അസ്ഹാബുന്നാരി നൂനിന് ഷദ്ദ് വന്നാൽ മണിച്ചോദണം. അസ്ഹാബുൽ ജന്നതി അവിടെയും നൂനിന് ഷദ്ദുണ്ട്. അപ്പോൾ മദ്ദും അതുപോലെ നൂനിനും മീമിനും ഷദ്ദ് വരുന്നതും ഈ ക്ലാസ്സിൽ ഇന്ന് നമ്മൾ ശ്രദ്ധിച്ചോതിയാൽ തന്നെ കുറേയൊക്കെ നമ്മുടെ ഓതലിൽ ചില മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് സാധിക്കും ഇൻഷാ അല്ലാഹ്. തുടർന്നുള്ള ആയത്തുകളിലൊക്കെ മദ്ദുകൾ ശ്രദ്ധിക്കുക. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ അവിടെ നീട്ടി ഓതണം. ലഹുൽ അസ്മാഉൽ ഹുസ്ന എന്ന ഭാഗത്തും അസ്മാ. വേറൊന്നും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നീട്ടി ഓതിക്കഴിഞ്ഞാൽ പിന്നെ ഹംസ് അവിടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ നീട്ടുന്നത്. ഹർഫ് മദ്ദിന് ശേഷം ഹംസ് ഉള്ളത് കൊണ്ടാണ് നമ്മളവിടെ നീട്ടുന്നത്. ആ ഹംസ് അവിടെ ഉച്ചാരണം നമ്മൾ കേൾക്കണം. ഉച്ചാരണം കേട്ടില്ലെങ്കിൽ ആ നീട്ടി എന്തിനാണെന്ന് മനസ്സിലാവില്ല. അസ്മാഉൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അവിടെ ഹംസിന് പകരം വാവായി മാറും. അപ്പോൾ അവിടെ ഹംസ് കേൾക്കണം. അസ്മാഉൽ ഹുസ്ന എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതാണ് നമ്മളിപ്പോൾ ശ്രദ്ധിക്കേണ്ട തജ്വീദിൻ്റെ നിയമങ്ങൾ. പ്രാവശ്യം ഓതുക അതോ ഇനി ഒരു പ്രാവശ്യം നമുക്ക് തജ്വീദിൻ്റെ നിയമങ്ങൾ വെച്ചിട്ട് ഒന്ന് ഓതി നോക്കാം ഇൻഷാ അല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. ولا تكونوا كالذين نسوا الله فأنساهم أنفسهم أولئك
الفاسقون لا يستوي أصحاب النار وأصحاب الجنة أصحاب الجنة هم الفائزون لو أنزلنا هذا القرآن على جبل لرأيته خاشعا خاشعا متصدعا من خشية الله وتلك الأمثال نضربها للناس لعلهم يتفكرون هو الله الذي لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم هو الله الذي لا إله إلا هو الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم ഈ രൂപത്തിൽ ഓതിപ്പടിക്കുന്ന അല്പം താമസിച്ചാണ് തുടങ്ങിയത്. അതുകൊണ്ട് സദസ്സിലുള്ളവർക്ക് ഓതാനുള്ള സമയം ഇന്ന് ലഭിച്ചിട്ടില്ല. നിങ്ങളല്പം താമസിച്ചുകൊണ്ട് നമ്മളും താമസിച്ചു. അതുകൊണ്ട് ഇനി മുതൽ നേരത്തെ എത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഈ രൂപത്തിൽ ഖുർആൻ നല്ല രൂപത്തിൽ ഓതുവാനും അത് മനഃപ്പാഠമാക്കുവാനും അള്ളാഹു നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാണ്.